തിരുവനന്തപുരം മുതലപ്പുഴയിൽ കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കായി തെരച്ചിൽ തുടരുകയാണ്. കടലിൽ തെരച്ചിൽ നടത്തുന്ന 10ാം ദിവസമാണ്. കാലാവസ്ഥ കൂടി പരിഗണിച്ച ശേഷമാകും കടലിൽ സ്കൂബ സംഘം ഇറങ്ങി പരിശോധന നടത്തുക. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും അഭിലാഷാണ് നമ്മളോടൊപ്പം ചേരുന്നത്. അഭിലാഷ്, ഈ ഒരു മുതലപ്പുഴയിൽ നടന്ന അപകടത്തെ തുടർന്നുള്ള തെരച്ചിൽ 10ാം ദിവസത്തിലേക്ക് കടക്കുന്നു. എന്താണ് ഇതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ? മുതലപ്പുഴയിൽ കടലിൽ കാണാതായുള്ള ഷിജിനായുള്ള തിരച്ചിൽ ഇന്നും തുടരുകയാണ്. വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള കാര്യക്ഷമമായ തിരച്ചിലാണ് ഇന്നും മുതലപ്പുഴയിൽ നടക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ പ്രദേശവാസികളായ പരിചയസമ്പന്നരായ മത്സ്യത്തൊഴിലാളികളുടെ തിരച്ചിൽ ആരംഭിച്ചു കഴിഞ്ഞു. 9 മണിയോടുകൂടി വിഴിഞ്ഞത്തു നിന്നുള്ള സ്കൂബ സംഘം എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കടൽ ഇന്നലത്തെ പോലെ തന്നെ കടൽ വളരെ പ്രക്ഷുബ്ധമാണ്. സ്കൂബ സംഘം എത്തിയാലും ഇവിടെ കടലിന്റെ സാഹചര്യം മനസ്സിലാക്കി മാത്രമേ കടലിലേക്ക് ഇറങ്ങാൻ സാധിക്കുകയുള്ളൂ എന്നാണ് മറയിൽ നിന്ന് രാവിലെ ലഭിക്കുന്ന വിവരം. അതുപോലെ തന്നെ ഫിഷറീസ്, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്, ഇന്ത്യൻ നേവി, കോസ്റ്റൽ പോലീസ്, മറൈൻ എൻഫോഴ്സ്മെന്റ് വിങ് എന്നീ വകുപ്പുകളെയാണ് ഈ തെരച്ചിലിന് വേണ്ടി ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. പരിചയസമ്പന്നരായ മത്സ്യത്തൊഴിലാളികളെയും കഴിഞ്ഞ ദിവസം മുതൽ ഈ തിരച്ചിൽ ഇറക്കിയിരുന്നു. ഇത് കുടുംബത്തിന്റെ തന്നെ വളരെ ഒരു പ്രതിഷേധം ഉണ്ടായ സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു പരീക്ഷണം കൂടി വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതുമാത്രമല്ല, മുതലപ്പുഴ 5 തെങ്ങ് മേഖലകൾക്ക് പുറമെ തമിഴ്നാട്, കന്യാകുമാരി, തേങ്ങാപട്ടണം, മുട്ടം മേഖലകളിലും തെരച്ചിൽ നടത്തുന്നുണ്ട്. ഈ ഭാഗങ്ങളിലൊക്കെ വിഴിഞ്ഞത്തു നിന്നുള്ള വലിയ കപ്പലുകളും അതുപോലെ തന്നെ വ്യോമ നിരീക്ഷണവും ഡ്രോൺ നിരീക്ഷണവും ഒക്കെ ഈ ഭാഗങ്ങളിലും നടത്തുന്നുണ്ട്. ഈ കുടുംബത്തിന്റെ പ്രതിഷേധം കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഈ തെരച്ചിൽ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളെല്ലാം തന്നെ അപ്പോഴപ്പോൾ കുടുംബത്തോട് പങ്കുവയ്ക്കുന്നുണ്ട്. അവരോടുകൂടി എല്ലാ കാര്യങ്ങളും അവരെ അറിയിച്ചുകൊണ്ടുള്ള തിരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ വളരെ മോശമായ ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ ഈ കടലിലുള്ളത്. ഉയർന്ന തിരമാലകളുണ്ട്. അതുപോലെ തന്നെ കാറ്റും ഇടവിട്ടുണ്ടാകുന്ന ശക്തമായ മഴയും ഉള്ളത് ഈ തെരച്ചിലിനെ വളരെയധികം ദോഷകരമായി ബാധിക്കുന്നുണ്ട്. വിഴിഞ്ഞത്തു നിന്നുള്ള സ്കൂബ സംഘം കഴിഞ്ഞ ദിവസം കടലിൽ എത്തിയിരുന്നുവെങ്കിലും ഏകദേശം ഒരു 45 മിനിറ്റ് മാത്രമാണ് കടലിൽ അവർക്ക് തെരച്ചിൽ നടത്താൻ സാധിച്ചത്. കാരണം ശക്തമായ അടിയൊഴുക്കാണ് ഈ മുതലപ്പുഴ മേഖലയിൽ ഇപ്പോൾ അനുഭവപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഷീജ മേരിയുടെ നേതൃത്വത്തിലുള്ള മികച്ച ഒരു തെരച്ചിൽ തന്നെയാണ് ഇപ്പോൾ ഈ മേഖലയിൽ നടക്കുന്നത്. ശരി, അഭിലാഷാണ് നമുക്ക് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്. ഒപ്പം കാണാതായ ഗൗതമിനായി ഇന്നും തെരച്ചിൽ നടക്കുകയാണ്. നേവി സംഘവും ഒക്കെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇതുമായി കൂടുതൽ വിശദാംശങ്ങളുമായി എസ് വിനീഷ് ആണ് നമ്മളുമായി ചേരുന്നത്. വിനീഷ്, എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ? കൊല്ലത്ത് കടലിൽ കാണാതായ ഗൗതം കൃഷ്ണയ്ക്കായുള്ള തെരച്ചിൽ 10ാം ദിവസവും തുടരുകയാണ്. നീണ്ടകര പുത്തൻതുറയിൽ വള്ളം മറിഞ്ഞാണ് ഗൗതം കൃഷ്ണയെ കാണാതെയായത്. ഗൗതം കൃഷ്ണയ്ക്കായുള്ള തെരച്ചിലിനായി നേവിയുടെയും മുങ്ങൽ വിദഗ്ധരും കൊല്ലത്ത് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കടലിൽ കൂടുതൽ ആഴത്തിലുള്ള തെരച്ചിൽ നടത്താനാണ് നേവി സംഘം എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, മറൈൻ എൻഫോഴ്സ്മെന്റ്, തീരദേശ പോലീസ്, കോസ്റ്റൽ ഗാർഡ് ഉൾപ്പെടെയുള്ള വിവിധ വിഭാഗങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം തെരച്ചിൽ നടത്തിവന്നിരുന്നത്. പക്ഷേ ഗൗതം കൃഷ്ണയെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. അതിനായി അവർ ഫിഷിംഗ് പെട്രോൾ ബോട്ടുകളും അതുപോലെ തന്നെ സ്പീഡ് ബോട്ടുകൾ, ലൈഫ് ഗാർഡുകൾ, കോസ്റ്റൽ പോലീസ് ബോട്ടുകൾ, ഇതിലുപരി ഡ്രോൺ ഉപയോഗിച്ച് വരെയുള്ള തെരച്ചിലുകൾ നടത്തിയിരുന്നു. അതേസമയം ഗൗതം കൃഷ്ണന്റെ കുടുംബത്തെ ഇന്ന് രാജീവ് ചന്ദ്രശേഖർ, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വീട്ടിലെത്തുമെന്നാണ്, ഈ കുടുംബാംഗങ്ങളെ കാണാനായി എത്തുമെന്ന് നമുക്ക് വിവരം ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗൗതം കൃഷ്ണനെ കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യുവാവിന്റെ മാതാവ് കോസ്റ്റൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധമൊക്കെ നടത്തിയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. അത് വലിയൊരു വാർത്തയായി തന്നെ മാറിയിരുന്നു. തുടർന്നാണ് മന്ത്രി ഷിബു ബേബി ജോൺ ഈ വിഷയത്തിൽ ഇടപെടുകയും കളക്ടർക്ക് നിർദ്ദേശം നൽകുകയൊക്കെ ചെയ്ത് അങ്ങനെയാണ് ഇതിന്റെ തിരച്ചിലുകൾ അല്പം കൂടി ഊർജിതമാക്കിയത്. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 10 ദിവസം പിന്നിടുന്നു. ഗൗതം കൃഷ്ണനെ ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചില്ല. നമുക്കറിയാം, പ്രതികൂല കാലാവസ്ഥയാണ് നിലവിൽ ഉള്ളത്. ഈ കാലാവസ്ഥ വലിയ രീതിയിൽ തെരച്ചിലിനെ ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നാവികസേനയും കോസ്റ്റ് ഗാർഡും സംയുക്തമായാണ് തെരച്ചിൽ നടത്തുന്നത്. നാവികസേന തെരച്ചിലിനായി എത്തണമെന്ന് ഈ മാതാവ് അധികൃതരോട് ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ ഗൗതം കൃഷ്ണന്റെ മാതാവിന്റെ ഒരു അഭ്യർത്ഥന മാനിച്ചാണ് ഈ നാവികസേന ഇപ്പോൾ എത്തിയിരിക്കുന്നത്. നാവികസേനയുടെ INS കൽപ്പേനി എന്ന ഒരു റെസ്ക്യൂ കപ്പലാണ് ഇതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ തെരച്ചിൽ പുരോഗമിക്കുകയാണ്. ശരി, എസ് വിനീഷാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.